എല്ലാവർക്കും നമസ്കാരം. PK ലേണിംഗ്സിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുതകളെയാണ് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിനുശേഷം വരുന്ന 5ാമത്തെ ക്ലാസ് ആണ് ഇനിയുള്ളത്. എന്താണ് ആദ്യത്തെ 4 ക്ലാസ്സുകളിൽ നമ്മൾ പരിശോധിച്ചത്? ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകങ്ങളിൽ നിന്നുകൊണ്ട് ആദ്യം നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എന്താണെന്ന് പരിശോധിച്ചു. അതിനുശേഷം ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം മനസ്സിലാക്കി. അതിനുശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷുകാരെ കുറിച്ച് വളരെയധികം വിശദമായിട്ട് മനസ്സിലാക്കി. പിന്നീട് ബ്രിട്ടീഷുകാർ അവർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുവാനായിട്ട് ഉപയോഗിച്ച രീതികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇന്ത്യ ഒരു ചൂഷണത്തിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയായി മാറി എടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നയങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ആ നയങ്ങൾക്കെതിരായിട്ട് ഇന്ത്യക്കാർക്കിടയിൽ നിന്നും ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ എപ്രകാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇന്ത്യയിൽ നടന്ന ഒറ്റപ്പെട്ട ചെറിയ ചെറിയ കലാപങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭം നടക്കുന്നു. അതിനെ നമ്മൾ 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന രീതിയിൽ വളരെ കൃത്യമായി മനസ്സിലാക്കി. 1857 ആ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയതിനു ശേഷം ഇന്ത്യയിൽ പതിയെ പതിയെ ഒരു ദേശീയത ഉയർന്നു വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ബാക്കി എന്തെല്ലാമാണ് ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ സംഭവിച്ച മാറ്റങ്ങളെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിച്ച് നോക്കാം. അപ്പോൾ ശരി, എല്ലാവരും ക്ലാസ്സിലേക്ക് വരൂ. അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപേയുള്ള ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് അനേകം നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അതിന് ഒരു ഐക്യ രൂപം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന എല്ലാ മേഖലകളിലും രാജ്യത്തിൽ ഒരു വേർതിരിവുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങി എല്ലാ മേഖലകളിലും തന്നെ ഇന്ത്യയിൽ ഒരു വേർതിരിവ് നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ഭിന്നതകൾക്കപ്പുറമെല്ലാം തന്നെ ഇന്ത്യക്കാരിൽ പതിയെ പതിയെ ഒരു ഐക്യ രൂപമുണ്ടായി വരുവാൻ തുടങ്ങി. അപ്പോൾ ഈ ഐക്യബോധത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒറ്റവാക്കിൽ ദേശീയത എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യക്കാർക്കിടയിൽ എപ്രകാരമാണ് ഒരു ദേശീയത രൂപപ്പെട്ടു വന്നതെന്നും ആ ദേശീയത ഒരു ഐക്യരൂപം പ്രാപിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ശക്തിയായി മാറിയത് എങ്ങനെയെന്നുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അങ്ങനെ ഈ ഐക്യതയുടെ അടിസ്ഥാന സ്വഭാവം എന്തായിരുന്നു എന്നറിയാമോ? ഈ ഐക്യതയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ബ്രിട്ടീഷ് വിരുദ്ധത മാത്രമായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു ദേശീയത വളരുകയും ആ ദേശീയത വളരുന്നതിനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. നോക്കൂ, ആദ്യമായിട്ട് വരുന്നത് സാമ്പത്തിക നയമാണ്. നമുക്കത് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക നയം, ബ്രിട്ടീഷുകാരുടെ ചൂഷണ അധിഷ്ഠിതമായ നയങ്ങൾ ഇന്ത്യയെ വളരെയധികം സാമ്പത്തികമായി തളർത്തുകയുണ്ടായി. അപ്പോൾ ഈ ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും അവർ ഇന്ത്യയെ മാറ്റിയെടുത്തു. നോക്കൂ, ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും അതിനുശേഷം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ബ്രിട്ടീഷുകാർ ഇന്ത്യയെ മാറ്റിയെടുത്തു. അതായത് ബ്രിട്ടീഷുകാർക്ക് ആവശ്യാനുസരണം അവരുടെ സാധനങ്ങൾ വിൽക്കുവാനും പകരം ഒരു കമ്പോളമായി ഇന്ത്യയെ മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത്. പിന്നീട് സാമ്പത്തിക ചൂഷണം മാത്രമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമാവുകയും കർഷകരും കൈവേലക്കാരും ചെറുകിട കച്ചവടക്കാരും ഗോത്ര വിഭാഗങ്ങളും തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ചെറിയ ചെറിയ പോരാട്ടങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായതാണ്. അപ്പോൾ ഇത്തരം പോരാട്ടങ്ങളുടെ മാതൃക ഈ ഒരു ദേശീയത രൂപപ്പെടുന്നതിന് കാരണമായി മാറുകയുണ്ടായി. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക ചൂഷണങ്ങളെക്കുറിച്ച് ഒരു കൂട്ടം ദേശസ്നേഹികൾ വളരെ കൃത്യമായ പഠനം നടത്തുകയും അവർ ഇന്ത്യയിൽ നടന്ന കൊളോണിയൽ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച്, കൊളോണിയൽ സാമ്പത്തിക ചൂഷണത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്തു. അവരിൽ പ്രമുഖരായിട്ടുള്ള 3 പേരാണ് ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ അല്ലെങ്കിൽ MG റാനഡെ എന്ന് പറയുന്ന 3 പേർ. ഇവർ വളരെ കൃത്യമായി ബ്രിട്ടീഷുകാർ സാമ്പത്തിക ചൂഷണങ്ങളെ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിച്ചു. ക്ലിയർ അല്ലേ?
പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. എന്താണത്? നമ്മുടെ ദാദാഭായ് നവറോജിയുടെ ഒരു പുസ്തകത്തിന്റെ പേരാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ് ആ പുസ്തകത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്? അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെ ഒരു ചോർച്ച എന്ന രീതിയിൽ അദ്ദേഹം ആ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. എന്താണത്? ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി. ഡ്രെയിൻ തിയറി ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത് ദാദാഭായ് നവറോജിയുടെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ്. അതിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ഇന്ത്യയിൽ നിന്ന് ചോർത്തിക്കൊണ്ടു പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അവർ ഇന്ത്യക്കാരെ അറിയിച്ചു. ആര്? ദാദാഭായ് നവറോജി. ഓക്കെ, ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് അദ്ദേഹത്തിന് ഇതിലൂടെ സാധിച്ചു. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹമാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകത്തിന്റെ പേരാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം നടപ്പിലാക്കുകയാണ്. എന്തിനായിരിക്കാം അവർ ഇന്ത്യയിൽ അവരുടെ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത്? അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വിചാരിച്ചു അവരുടെ സംസ്കാരവും അവരുടേതായിട്ടുള്ള രീതികളും ഇന്ത്യക്കാരെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് വിധേയരായിട്ടുള്ള ഒരു തലമുറ ഇന്ത്യയിൽ വളർന്നു വരും. അതോടുകൂടി ഇന്ത്യയെ അവരുടെ ഒരു അടിമ രാജ്യമായി നിലനിർത്താം എന്നുള്ള ഒരു രീതിയിലേക്ക് അവരെത്തുകയാണ്. പക്ഷേ അവർക്ക് അതിലൊരു അബദ്ധം പറ്റുകയുണ്ടായി. എന്താണത്? അതായത് ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തിക്കാണിക്കുവാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചു. പക്ഷേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരെന്ത് ചെയ്തു? ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി. വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു തലമുറ കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒരു വലിയ ഉദാഹരണമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഒരു തലമുറ ഇന്ത്യയിൽ രൂപപ്പെടുകയും അവർ പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കുകയും പുതിയ ലോകങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ലിറ്ററേച്ചറുകൾ വായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ ബുദ്ധി വളരെയധികം വികസിക്കുകയും അവർ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി നിരന്തരം സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള ഒരു പൊതുഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറപ്പെടുകയാണ്. അത് രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇവരെ സഹായിക്കുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു ഫലം അവർക്ക് ലഭിക്കുകയാണ്. ഇന്ത്യക്കാർ കുറച്ചുകൂടി ബുദ്ധിയിൽ ഔന്നത്യമുള്ളവരായി മാറി. എന്തുകൊണ്ടാണത്? അവർക്ക് ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാവുന്ന സമയത്ത് അവർക്ക് കൂടുതൽ കൂടുതൽ ലോക സാഹിത്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ സാധിക്കുകയും എന്താണ് അടിമത്തം എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായൊരു ധാരണ ലഭിക്കുവാനായിട്ട് ഇന്ത്യക്കാർക്ക് സാധിച്ചു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൊളോണിയൽ ശക്തികൾക്കെതിരെ പോരാടുവാനുള്ള ഒരു ഊർജമായി ഇംഗ്ലീഷ് ഭാഷ അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഇത് ഇന്ത്യയിൽ ദേശീയത വളരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറുകയും ചെയ്തു. ഇന്ത്യയിൽ ദേശീയത വളരുന്നതിന് സാഹിത്യവും പത്രങ്ങളും അതിൻ്റെതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണങ്ങളുമൊക്കെ സാഹിത്യ കൃതികളിൽ ഒരു പ്രതിപാദ്യ വിഷയമായി മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യത്തുള്ള പല ജനവിഭാഗങ്ങളും ഇത് മനസ്സിലാക്കുകയും പലതരം സാഹിത്യ കൃതികളിലൂടെ പരിചയപ്പെടുന്നവർ ഇന്ത്യയിൽ നടക്കുന്ന കൊളോണിയൽ അടിമത്തത്തിനെ കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്യുന്നു. സ്വാഭാവികമായും പ്രമുഖ എഴുത്തുകാരായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രബീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി തുടങ്ങിയവരുടെ കൃതികൾ ഇന്ത്യയിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. ഞാൻ ആ പേരുകൾ ഒന്നുകൂടി വായിക്കാം, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രബീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി. അപ്പോൾ ഇത്തരം പേരുകൾ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഈ എഴുത്തുകാർ അവരുടെ കൃതികളിലൂടെ ശക്തമായ ദേശീയ ബോധം ഇന്ത്യക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് കാരണമായി. നമ്മൾ ഫ്രഞ്ച് വിപ്ലവമൊക്കെ പഠിക്കുന്ന സമയത്ത് എഴുത്തുകാരുടെ പങ്കിനെ കുറിച്ച് പറയുന്നില്ലേ, അതേപോലുള്ള പങ്കാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എഴുത്തുകാർക്കുള്ള പങ്കെന്ന് പറയുന്നത്.
അങ്ങനെ ഇന്ത്യയിലെ പ്രധാന ദേശീയ സാഹിത്യകാരും അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതുമാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അതിലാദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ. നമുക്ക് വളരെയധികം പരിചയമുള്ള രണ്ട് പേരുകളാണ്. അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ ബംഗാളിയാണ്. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ ബംഗാളി. നമ്മൾ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് ഘോര, ഗീതാഞ്ജലി തുടങ്ങിയ കൃതികളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലക്ഷ്മിനാഥ് ബസ് ബറുവ ആസാമീസ് ഭാഷയിൽ തന്റെ കൃതികൾ രചിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയിൽ ദേശീയ ബോധം വളർത്തുന്നതിന് ലക്ഷ്മിനാഥ് ബസ് ബറുവ സഹായിച്ചു. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഭാഷ മറാത്തിയാണ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കറുടെ പ്രശസ്തമായ ഒരു കൃതിയുടെ പേരാണ് നിബന്ധമാല. ഓർത്തുവെക്കുക, നിബന്ധമാല എഴുതിയത് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ആണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഭാഷ മറാത്തിയാണ്. പിന്നീട് സുബ്രഹ്മണ്യ ഭാരതി, അദ്ദേഹം തമിഴിൽ കൃതികൾ രചിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളുടെ പേര് നമുക്ക് ഓർമ്മയുണ്ടാകും. പാഞ്ചാലി ശബദം, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട് തുടങ്ങിയവയാണ് സുബ്രഹ്മണ്യ ഭാരതിയുടേത്. അദ്ദേഹം എഴുതിയിരുന്ന ഭാഷ തമിഴാണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, പ്രേംചന്ദ് എന്നീ രണ്ടുപേര് എഴുതിയിരുന്ന ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. അപ്പോൾ വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷ, സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷ, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, പ്രേംചന്ദ് എന്നിവർ ഹിന്ദി ഭാഷയിലാണ് കൃതികൾ രചിച്ചിരുന്നത്. അൽത്താഫ് ഹുസൈൻ ഹാലി, അദ്ദേഹം ഉറുദു ഭാഷയിൽ കൃതികൾ രചിച്ചിരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, പല പരീക്ഷകളിലും ഇത് ചോദിച്ചിട്ടുണ്ട്. അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിൽ അദ്ദേഹത്തിന്റെ കൃതികൾ രചിച്ചിരുന്നു. വള്ളത്തോൾ നാരായണ മേനോൻ നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത്. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ തുടങ്ങിയവ രചിച്ച ഒരു കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹം മലയാളത്തിലാണ് ദേശാഭിമാനം തുളുമ്പുന്ന കൃതികൾ രചിച്ചിരുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സാഹിത്യവും പത്രങ്ങളുമെല്ലാം ഇന്ത്യയുടെ ദേശീയതയെ സ്വാധീനിച്ചതിൻ്റെ വളരെയധികം പ്രധാനപ്പെട്ട കാരണങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ പത്രങ്ങൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതാരാണ് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ കൃത്യമായി പറയുക, രാജാറാം മോഹൻ റോയ് ആണ്. സാമൂഹിക പരിഷ്കർത്താവായിരുന്ന രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളുടെ പേര് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ബംഗാളി ഭാഷയിൽ സമ്പാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ മിറാത്തുൽ അക്ബർ. വളരെയധികം പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ്. കൃത്യമായി എൻ്റെ കൂടെ തന്നെ ഓർത്തു വയ്ക്കുക. ബംഗാളി ഭാഷയിൽ സമ്പാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ മിറാത്തുൽ അക്ബർ. ബംഗാളി ഭാഷയിൽ സമ്പാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ മിറാത്തുൽ അക്ബർ. അപ്പോൾ ഇത് എന്തിനായിരിക്കും അദ്ദേഹം ഉപയോഗിച്ചത്? ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കുവാനും അവയ്ക്കെതിരെ പ്രതികരിക്കുവാനും ചൂഷണങ്ങൾക്കെതിരെ മനോഭാവം വളർത്തുവാനും അദ്ദേഹം ഒരു ആയുധമായി തൻ്റെ പത്രങ്ങൾ ഉപയോഗിക്കുകയും അതോടുകൂടി ഇന്ത്യയിൽ പത്രങ്ങളിലൂടെയുള്ള ദേശഭക്തിക്ക് ഒരു വളരെയധികം പ്രധാനപ്പെട്ട ഒരു രൂപം കൈവരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയിൽ വിവിധ ഭാഷകളിൽ ദേശഭക്തി വളർത്തുന്നതിനായിട്ട് വിവിധ പത്രങ്ങൾ ആരംഭിക്കുകയും ആ പത്രങ്ങളുടെയും അത് ഏത് ഭാഷയിലാണ് പുറത്തിറങ്ങിയത് എന്നുമാണ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഞാനൊന്ന് വായിക്കാം, എൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് വായിച്ചു പോവുക. അമൃത ബസാർ പത്രിക ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ബംഗാളി. അമൃത ബസാർ പത്രിക ബംഗാളി. ദ ഹിന്ദു നമുക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷിലാണ്. ടൈംസ് ഓഫ് ഇന്ത്യ അതും നമുക്കറിയാം, ഇംഗ്ലീഷിലാണ്. മാതൃഭൂമി അതും നമുക്കറിയാം, മലയാളത്തിലാണ്. അല്ലമീൻ അതും മലയാളത്തിലാണ്. അപ്പൊ ഇത്തരം പത്രങ്ങൾ ദേശഭക്തി പ്രചരിപ്പിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ അവരുടെ വാക്കുകളിൽ ഉൾക്കൊള്ളിക്കുകയും അത് ഇന്ത്യക്കാരിൽ പൊതുവായി ഒരു ദേശീയ ബോധം വളർത്തുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പം ഞാനത് ഒന്നുകൂടി വായിക്കാം. അമൃത ബസാർ പത്രിക ബംഗാളി, ദ ഹിന്ദു ഇംഗ്ലീഷ്, ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ്, മാതൃഭൂമി മലയാളം, അല്ലമീൻ മലയാളം. അപ്പോൾ ഇതൊന്ന് കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. പരീക്ഷകളിൽ ചോദിക്കുവാനായിട്ട് വളരെയധികം സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് പത്രങ്ങളും അവ പുറത്തിറങ്ങിയ ഭാഷകളും എന്നുള്ള ടോപ്പിക്ക്. സ്വാഭാവികമായിട്ടും വർത്തമാന പത്രങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ആയുധമായി മാറുമ്പോൾ അവർ അതിനെതിരായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടി വരുന്നത് അനിവാര്യമാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ലിട്ടൺ പ്രഭു ഒരു പത്രഭാഷാ നിയമം പാസ്സാക്കുകയും ചെയ്തു. പത്രഭാഷാ നിയമം പാസ്സാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ വളരെയധികം കൃത്യമായി പറയുക, 1878 ലിട്ടൺ പ്രഭുവാണ് നാട്ടുഭാഷാ പത്രനിയമം പാസ്സാക്കിയത്. 1878.
അങ്ങനെ നമ്മൾ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എന്താണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷ ഇന്ത്യയിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. ഇന്ത്യക്കാർ വളരെയധികം കൃത്യമായി പുതിയ അറിവുകൾ നേടി. അവർ ലോക സാഹിത്യത്തിൽ പരിചയം നേടി. ലോകത്തിൽ നടന്ന വിപ്ലവങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു. അങ്ങനെ ഇന്ത്യയിൽ പതുക്കെ ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുവാൻ ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. അങ്ങനെ ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയും ഇന്ത്യക്കാർക്കിടയിൽ അത് ഒരു ഐക്യത്തിന് കാരണമാവുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ വളരെയധികം കൃത്യമായി പറയുക, രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. 1772 ബംഗാളിലെ രാധാനഗറിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയുടെ പേര് വളരെ കൃത്യമായി തന്നെ നിങ്ങൾ അടയാളപ്പെടുത്തി വയ്ക്കുക, രാജാറാം മോഹൻ റോയ്. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങൾ സ്വാധീനിക്കപ്പെട്ട രാജാറാം മോഹൻ റോയ് ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ തുടക്കക്കാരൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നു. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പുസ്തകം രചിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ അതൊന്ന് ഓർത്തു വച്ചിരിക്കുക. എന്തൊക്കെയാണ് സാമൂഹിക പരിഷ്കരണ രംഗത്ത് രാജാറാം മോഹൻ റോയിയുടെ സംഭാവനകളെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ബോക്സ് പോലെ തന്നിട്ടുണ്ട്. അതേ ബോക്സ് പോലെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് വായിക്കാം. എൻ്റെ കൂടെ തന്നെ കൃത്യമായിട്ട് നിങ്ങളും വായിച്ചു പോകുക. സതി നിർത്തലാക്കുന്നതിൽ രാജാറാം മോഹൻ റോയ് മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് അദ്ദേഹം നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു. അപ്പോൾ സതി നിർത്തലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു. ബ്രഹ്മസമാജം ഓർത്തു വയ്ക്കുക. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. വളരെ കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ്. അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ അത് ഓർത്തു വച്ചിരിക്കുക. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. സ്ത്രീകൾക്ക്, അതായത് അത്രയും നാൾ സ്ത്രീകൾക്ക് സ്വത്തിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. ആ സ്വത്തിലേക്ക് സ്ത്രീകളെയും ഉൾപ്പെടുത്തണം എന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആദ്യമായി വാദിക്കുകയാണ്. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ വളരെ കൃത്യമായി നിലകൊണ്ട ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. അടുത്തതായി നമ്മൾ ഇന്ത്യയിലെ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജ്യോതിറാവ് ഫൂലെ എന്ന് പറയുന്ന മഹാനായ ഒരു സാമൂഹിക പരിഷ്കർത്താവിനെ കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മഹാരാഷ്ട്രയിലെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവ് ഫൂലെ എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽ പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവ് ഫൂലെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. സത്യശോധക് സമാജം എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയതാണ് ജ്യോതിറാവ് ഫുലെ. അപ്പോൾ വിധവാ വിവാഹം നടപ്പിലാക്കുവാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്തായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? വിധവാ വിവാഹം നടപ്പിലാക്കുവാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും സത്യശോധക് സമാജം എന്ന് പറയുന്ന സംഘടനയിലൂടെ മഹാനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ജ്യോതിറാവ് ഫുലെ നേതൃത്വം നൽകി. സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരെന്ന് കരുതപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശക്തമായി പ്രതികരിക്കുകയും സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ ജനത അദ്ദേഹത്തെ ആദര സൂചകമായിട്ട് മഹാത്മാ എന്ന് വിളിച്ചു. അപ്പോൾ മഹാരാഷ്ട്രയിലെ ജനത വളരെയധികം ആദര സൂചകമായിട്ട് ജ്യോതിറാവ് ഫുലെയെ മഹാത്മാ എന്ന് വിളിക്കുകയുണ്ടായി. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, എന്താണ് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയതെന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ ജനങ്ങളെ അദ്ദേഹത്തിലോട് അടുപ്പിക്കുകയും അവർ വളരെയധികം ആദരപൂർവ്വം
അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിഭായ് ഫുലെയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിരുന്ന സാവിത്രിഭായ് ഫുലെയും ഉണ്ടാവുകയും നിരവധി പള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിഭായ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിനോട് ഒപ്പം തന്നെ പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെ നമ്മൾ സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിട്ടുള്ള പണ്ഡിത രമാഭായിയെ കുറിച്ച് പഠിക്കുകയാണ്. അങ്ങനെ കർണാടക സ്വദേശിയായ രമാഭായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. പണ്ഡിത രമാഭായി ഏത് പ്രദേശത്താണ് ജനിച്ചതെന്ന് പറഞ്ഞാൽ കർണാടക സ്വദേശിയാണ്. കർണാടക സ്വദേശിയായ രമാഭായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കുകയും സംസ്കൃത സാഹിത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാഭായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിക്കുകയുണ്ടായി. കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാഭായിയെ പണ്ഡിത എന്ന് നാമധേയം നൽകി അല്ലെങ്കിൽ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിക്കുകയുണ്ടായി. അപ്രകാരം അവർ പണ്ഡിത രമാഭായി എന്ന രീതിയിൽ അറിയപ്പെടുകയുമുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആര്യ മഹിളാ സമാജം. ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിക്കുകയും അതിലൂടെ ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. പണ്ഡിത രമാഭായി. അത് വളരെയധികം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ്. അപ്രകാരം അവർ വിധവകളുടെയും ശൈശവ വിവാഹത്തിനെതിരായിട്ടും നിലകൊള്ളുകയും സ്ത്രീകളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താക്കളിലെ സ്ത്രീ സാന്നിധ്യമാണ് പണ്ഡിത രമാഭായി എന്ന് പറയുന്നത്. സ്ത്രീകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം എന്ന അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. വളരെയധികം പ്രധാനപ്പെട്ടതാണ്, കൃത്യമായി നോക്കി വച്ചിരിക്കുക. വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് പണ്ഡിത രമാഭായി ആരംഭിച്ച സ്ഥാപനത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ശാരദാ സദനം. ശാരദാ സദനം എന്ന അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും അദ്ദേഹം ആവിഷ്കരിക്കുകയുണ്ടായി. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ രമാഭായി പങ്കെടുത്തു. വർഷമേതാണ്? 1889. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പണ്ഡിത രമാഭായി പങ്കെടുക്കുകയുണ്ടായി. കൃത്യമല്ലേ? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന കുറച്ച് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും അവരുടെ സ്ഥാപകരെയും നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പരീക്ഷകളിൽ നിർബന്ധമായും ഒരു മാർക്ക് കിട്ടുന്നതിന് ഈ ഒരു ടോപ്പിക് നമ്മളെ സഹായിക്കും. അപ്പം ഞാനൊന്ന് വായിച്ചു പോകാം. നിങ്ങളൊന്നെങ്കിൽ എൻ്റെ കൂടെ വായിക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് സേവ് ചെയ്ത് വച്ചതിന് ശേഷം കൃത്യമായിട്ട് കാണാതെ പഠിച്ചു പോവുക. പരീക്ഷയ്ക്ക് നിശ്ചയമായും ഇതിൽ നിന്നൊരു മാർക്ക് ചോദിക്കും. ഓക്കെ. പ്രാർത്ഥനാ സമാജം ആരംഭിക്കുന്നത് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം നമുക്കറിയാം ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്ഥാപിക്കുന്നത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം ആരാണ് സ്ഥാപിക്കുന്നത്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. രാമകൃഷ്ണ മിഷൻ ആരംഭിക്കുന്നത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആരംഭിച്ച ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. ഹിതകാരിണി സമാജം ആരംഭിക്കുന്നത് വീരേശലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകുക ഇ.വി. രാമസ്വാമി നായ്ക്കർ. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നത് ആരാണ്? അയ്യങ്കാളി. നമുക്കറിയാമല്ലോ, വളരെ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണത്. അത് കഴിഞ്ഞ് തിയോസഫിക്കൽ സൊസൈറ്റി. ആരാണ് തിയോസഫിക്കൽ സൊസൈറ്റി ആരംഭിക്കുന്നത്? മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട് എന്ന് പറയുന്ന രണ്ടുപേരാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരംഭിക്കുന്നത് ആരാണ്? നമുക്കറിയാം, ശ്രീനാരായണ ഗുരു തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കൃത്യമായി പരീക്ഷയ്ക്ക് ഒരു മാർക്ക് നേടുവാനായിട്ട് നമ്മളെ ഇത് സഹായിക്കും. അപ്പം ഇത്തരം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസം വളരുകയും അത് ഇന്ത്യയിൽ ഒരു ദേശീയതയുടെ ആവിർഭാവത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിൽ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയം ഇന്ത്യയിൽ ഒരു ദേശീയത വളരുന്നതിന് കാരണമായി. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ ദേശീയതയുടെ ആവശ്യകതയെപ്പറ്റി ബോധവാന്മാരായി. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ പുതിയൊരു ലോകം സാധ്യമാണെന്ന് ഇന്ത്യക്കാർക്ക് മനസ്സിലായി. ഗതാഗതവും വാർത്താവിനിമയ സംവിധാനങ്ങളും വ്യാപിച്ചതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? സംസ്കാരങ്ങളുടെ
കൂടിച്ചേരലുകൾ നടക്കുകയുണ്ടായി. അതോട് സാഹിത്യവും പത്രങ്ങളും ഇത്തരം ദേശീയതയെ പരിപോഷിക്കുന്നതിൽ വളരെയധികം പ്രധാനപ്പെട്ട പങ്കുവഹിക്കുകയുണ്ടായി. അങ്ങനെ ഇന്ത്യയിൽ എന്താണ് മൊത്തത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടൊരു അസംതൃപ്തി വളരുകയും രാജ്യമൊട്ടാകെ ഐക്യബോധത്തിന്റെ ദേശീയത വളരുകയും ചെയ്തു. അങ്ങനെ ഇത്തരം ഐക്യബോധങ്ങൾ പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി ആയപ്പോഴേക്കും പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ രൂപം തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ. എവിടെയാണ് രൂപം കൊണ്ടത്? കൽക്കട്ട. ആരാണ് രൂപീകരിച്ചത്? സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദ മോഹൻ ബോസ്. അതായത് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും കൽക്കട്ടയിൽ രൂപീകരിച്ച ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ അസോസിയേഷൻ. ഓർത്തു വച്ചിരിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. മദ്രാസ് മഹാജൻ സഭ എവിടെയാണ് രൂപീകരിക്കപ്പെട്ടത്? മറ്റെങ്ങുമല്ല, മദ്രാസിൽ തന്നെയാണ്. ആരാണ് രൂപീകരിച്ചത്? എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നീ 3 പേർ ചേർന്ന് മദ്രാസിൽ രൂപീകരിച്ച ആദ്യകാല രാഷ്ട്രീയ സംഘടനയുടെ പേരാണ് മദ്രാസ് മഹാജൻ സഭ എന്ന് പറയുന്നത്. ഇനി അടുത്തതായി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. അതെവിടെയാണ് രൂപീകരിച്ചത്? അതും മറ്റെങ്ങുമല്ല, ബോംബെയിലാണ്. ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ് ബദറുദ്ദീൻ തയാബ്ജി എന്നീ 3 പേര് ചേർന്നിട്ടാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എവിടെ ബോംബെയിൽ രൂപീകരിച്ചത്. എന്താണ് ഈ ആദ്യകാല രാഷ്ട്രീയ സംഘടനകളുടെ ഒരു പൊതുവായ സ്വഭാവം എന്ന് പറയുന്നത്? ഈ സംഘടനകൾക്കൊന്നും തന്നെ ഒരു അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇവർ ഏതെങ്കിലും ഒരു പ്രദേശത്ത് രൂപീകരിക്കുകയും ആ പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യക്ക് ഒരു സംഘടനയുടെ രൂപം വേണമെന്നുള്ള ആവശ്യം എപ്രകാരമാണ് ഉയർന്നു വന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ധനികരുടെയും മധ്യവർഗത്തിന്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കുക സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു പ്രദേശത്ത് ഒതുങ്ങി നിന്ന ഈ ചെറിയ സംഘടനകൾക്ക് ആ പ്രദേശത്തുള്ള ആൾക്കാരെ മാത്രമേ ബോധവൽക്കരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കണമെന്ന ആവശ്യം പൊതുവായി ഉയർന്നു വരികയും അങ്ങനെ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുകയും ആ സംഘടനയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണമാണ് അടുത്ത് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള വസ്തുതകളെയാണ് നമ്മൾ ഇനി പരിശോധിക്കാനായിട്ട് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് പോലെ തന്നിട്ടുണ്ട്. ഞാൻ അതിനെ ഇപ്രകാരം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ 1885 ഡിസംബർ 28 പകൽ 12 മണി. 1885 ഡിസംബർ 28 പകൽ 12 മണി. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ഏതാണ്? 1885. ദിവസം ഏതാണ്? 28. ഏത് 28? ഡിസംബർ 28. ഡിസംബർ മാസം 28-ാം തീയതിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. അതായത് 1885 മുതൽ 1947 വരെയുള്ള ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ രാഷ്ട്രീയ സംഘടനയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെ എവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. എവിടെയാണ്? വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. ആദ്യം എവിടെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യോഗം കൂടുവാനായിട്ട് അവർ നിശ്ചയിച്ചിരുന്നത്? പൂനെയിലായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം പൂനെയിൽ നിന്ന് മാറി അവർ ബോംബെയിലേക്ക് മാറ്റിയത്? അത് ആ സമയത്തുള്ള പടർന്നു പിടിച്ചിരുന്ന ഒരു മഹാമാരി കാരണമായിരുന്നു. പ്ലേഗ് കാരണമാണ് പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് ഇവരുടെ സമ്മേളനം മാറ്റേണ്ടി വരുന്നത്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സ്ഥലമായി ബോംബെ മാറി. ഏത് വർഷം? മറക്കരുത്, 1885 ഡിസംബർ മാസം 28-ാം തീയതി. ക്ലിയർ അല്ലേ? അങ്ങനെ 72 പേർ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവർ. അപ്പോൾ അവിടെ ഒത്തുകൂടിയിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയുക, 72 പേരാണ്. അപ്പോൾ ഇതെല്ലാം ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളെയും നിങ്ങൾ ദയവ് ചെയ്ത് കവർ ചെയ്ത് പോവുക. അപ്പോൾ ഈ സുരക്ഷാ വാൽവ് സിദ്ധാന്തം കേട്ടിട്ടുണ്ടോ?
സുരക്ഷാ വാൽവ് സിദ്ധാന്തം, സേഫ്റ്റി വാൽവ് തിയറി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പറയുക അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു സംഘടന രൂപീകരിക്കപ്പെടുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതിൽ ഒന്നാണ് ലാലാ ലജ്പത് റായി മുന്നോട്ട് വെച്ച ഒരു അഭിപ്രായമാണ് സുരക്ഷാ വാൽവ് തിയറി അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത്. എന്താണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് പറയുന്നത്? ഇതൊരു കോൺസ്പിറസി തിയറിയാണ്. ഇതിനൊരു തെളിവുകളൊന്നുമില്ല. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ഇന്ത്യക്കാർക്കിടയിൽ നിലനിന്നിരുന്ന അസംതൃപ്തിയെ പുറത്തു കളയുന്നതിനായിട്ടുള്ള ഒരു വാൽവ് പോലെ കോൺഗ്രസ് പ്രവർത്തിച്ചു എന്നുള്ളതാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തത്തിൽ പറയുന്നത്. പക്ഷെ അതിനൊന്നും തെളിവില്ല. അപ്പോൾ നമ്മൾ ആരാണ് പറഞ്ഞിരുന്നതെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ലാലാ ലജ്പത് റായിയാണ് ഇപ്രകാരം ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഡഫ്രിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ്. അത് കേട്ടിട്ടുണ്ടോ? ഡഫ്രിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞതും ആരാണ്? ലാലാ ലജ്പത് റായി തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, വാദമുഖങ്ങൾ അവിടെ ഒരു സൈഡിൽ നിൽക്കട്ടെ, നമുക്ക് വസ്തുതകൾ തന്നെ പഠിച്ചു മുന്നോട്ട് പോകാം. അങ്ങനെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘാടകരിൽ ഒരാളായിരുന്നു അലൻ ഒക്ടോവിയൻ ഹ്യൂം. അദ്ദേഹം ആരായിരുന്നു? ഇംഗ്ലീഷുകാരൻ തന്നെയായിരുന്നു. അപ്പൊ ഇത്തരം നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസ്പിറസി തിയറികളുടെ എല്ലാം അടിസ്ഥാനം, ഇതിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാള് ഒരു ഇംഗ്ലീഷുകാരനാണ് എന്നുള്ളതാണ്. പക്ഷെ അതിലൊന്നും നമുക്കൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെ WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇന്ത്യക്കാരനായിരുന്ന WC ബാനർജി അധ്യക്ഷത വഹിക്കുകയും ബ്രിട്ടീഷുകാരനായിരുന്ന അലൻ ഒക്ടോവിയൻ ഹ്യൂമും അതിൽ സംഘാടകരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറയുക, ആരാണ്? WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് WC ബാനർജിയാണ്. ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? ബ്രിട്ടീഷുകാരനായിരുന്ന അലൻ ഒക്ടോവിയോ ഹ്യൂം ആണ്. ബ്രിട്ടീഷുകാരനായിരുന്ന AO ഹ്യൂം ആയിരുന്നു INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മയും അതിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആരാണ് പറഞ്ഞത്? WC ബാനർജിയാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ യോഗത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറച്ചുകൂടി പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും പറഞ്ഞത് WC ബാനർജിയാണ്. അങ്ങനെ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? നോക്കൂ, എന്റെ കൂടെ വായിച്ചു പോകൂ. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക. നമ്മൾ പറഞ്ഞു ഇതൊരു അഖിലേന്ത്യാ സംഘടനയാണ്. അപ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം സ്ഥാപിക്കുക. ജാതിയുടെയോ മതത്തിന്റെയോ പ്രവശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പഠിക്കുകയാണ്. ആരാണത്? സർ C ശങ്കരൻ നായർ. കേട്ടിട്ടുണ്ടാവും പലരും. ഇത് ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയും. അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളിയാണ്. ഒരിക്കലും മറക്കരുത്, സർ C ശങ്കരൻ നായർ എന്നറിയപ്പെടുന്ന ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. 1897 നടന്ന അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ച മലയാളിയുടെ പേരാണ് സർ C ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്ന ആദ്യത്തെ മലയാളി കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം വരെയുള്ള ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എടുക്കുന്നതിനായിട്ട് ഞാൻ 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ് റെഫർ ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ് കണ്ടതിന് ശേഷം ആ ചാപ്റ്റർ ഒന്നുകൂടി എടുത്ത് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് വളരെയധികം ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയൊരു സെഷനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്